ഹലോ, ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഗോവയിലേക്കാണ് പോകുന്നത്. ഋഷിക്കുട്ടൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര ഇന്ന് നടക്കാൻ പോവാണ് കേട്ടോ. അവൻ്റെ ഫസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റൊക്കെ ഞങ്ങൾക്കുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എയർപോർട്ടിലെത്തിയിട്ടോ. കോഴിക്കോട് എയർപോർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ എയർപോർട്ടിലെത്തി കുറേ നേരം അവനെ ഓടിക്കളിക്കൊക്കെ ആയിരുന്നു. അപ്പം മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവനാണെങ്കിൽ ഒതുങ്ങിയിരിക്കാനോ നമ്മളെടുക്കാനോ ഒന്നിനും സമ്മതിക്കില്ല. അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫ്ലൈറ്റ് കയറുന്നത് വരെ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ ട്രാവലിങ് ചെയ്യുമ്പോൾ ഓക്കെയാണ് കേട്ടോ. ആൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ അവന് ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിക്കാൻ കൊടുത്തു. പിന്നെ ഞങ്ങളും അവിടെ നിന്ന് ഫുഡെല്ലാം വാങ്ങി കഴിച്ചു. അങ്ങനെ ഋഷിക്കുട്ടൻ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. ഈ സമയത്ത് അവൻ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോഴത്തേനും ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണീപ്പിച്ചതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി. അവിടെ എത്തുന്നത് വരെയും അവൻ ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവനെ എണീപ്പിച്ചു കേട്ടോ. എന്നിട്ട് അവൻ വെള്ളമൊക്കെ കുടിക്കുകയാണ്. ഫൈനലി ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. ഇവിടുന്ന് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ, ബാംഗ്ലൂർ ടു ഗോവ. ഇവിടെ അധിക സമയമൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു അരമണിക്കൂറൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആളെങ്ങനെയുണ്ട്, ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചാൽ വീട്ടിൽ നിന്ന് എപ്പോഴും കോൾ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഈ ഫ്ലൈറ്റ് മുഴുവനും അവന് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല, കളിയായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ക്ഷമയൊക്കെ പോയി തുടങ്ങി കേട്ടോ. പിന്നെ നമ്മളൊരു സീറ്റിലിങ്ങനെ ഇരിക്കുന്നതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗോവയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഗേജ് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നുമില്ല, നേരെ റൂമിലേക്ക് പോകണം. ഇവിടെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ഒരു ഡ്രൈവർ ചേട്ടൻ ഉണ്ടായിരുന്നു. ആൾ ഞങ്ങളെ പിക്ക് ചെയ്തു. ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിൽ എത്തിച്ചു. അവിടെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഋഷിക്കുട്ടൻ ഇപ്പോൾ ഉറങ്ങുകയാണ് കേട്ടോ. അവനവിടെ എത്തിയപ്പോഴത്തേനും ഉറങ്ങി. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ട്രാവലിംഗ് വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഗോവയിലെത്തി. ഇനി ബാക്കി വിശേഷങ്ങൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.